ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഫിസിക്സ് ഫോർ പ്രഷറിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ NCERT +2 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ചാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കുകൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നുള്ളത്, അത് ഫാരഡേസ് ലോ ആൻഡ് ലെൻസസ് ലോ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ എന്താണ് മോഷണൽ EMF എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. ദെൻ എഡ്ഡി കറണ്ട്, നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു ടേമാണ് എഡ്ഡി കറണ്ട്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ദെൻ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട ഡെറിവേഷനും കാര്യങ്ങളൊക്കെ, സോളിനോയിഡിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് ഫൈനലി ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുന്നത് വിത്ത് ദ എക്സ്പ്ലനേഷൻ ഓഫ് വർക്കിംഗ് ഓഫ് AC ജനറേറ്റർ, ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? നമുക്കറിയാം, ഇൻ ദ ബിഗിനിങ് ഓഫ് 19th century ഹാൻസ് ക്രിസ്റ്റ്യൻ ഓസ്റ്റഡ് ഡിസ്കവേർഡ് ദാറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ചുറ്റുമായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. 4ാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നത് ഇങ്ങനെയായിരുന്നു. ദാറ്റ് ഈസ് മാഗ്നറ്റിസം ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ ആൻ ഇലക്ട്രിക് കറണ്ട്. ഈസ് ദ റിവേഴ്സ് പ്രോസസ് ഈസ് പോസിബിൾ. തിരിച്ച് നടക്കുമെന്നുള്ളതാണ്. അതായത് ക്യാൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ക്രിയേറ്റ് ആൻ ഇലക്ട്രിക് കറണ്ട്. നമുക്ക് ഇലക്ട്രിക് കറണ്ടിന് ഫലമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് കൊണ്ട് നമുക്ക് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യം അറൈസ് ചെയ്തു. ഇൻ 1831 1831 ഇംഗ്ലീഷ് സയൻറ്റിസ്റ്റ് മൈക്കൽ ഫാരഡെ ഹി പ്രൂവ്ഡ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഡൺ, ചെയ്യാന്നുള്ളത് കണ്ടെത്തി. മൈക്കൽ ഫാരഡെ he discovered that when the magnetic flux linked with a current carrying conductor changes, an EMF is induced in it, and this process is known as electromagnetic induction. മലയാളത്തിൽ നമ്മൾ പറയും വൈദ്യുത കാന്തിക പ്രേരണം. കുറേ ഇലക്ട്രിക്കൽ ഡിവൈസുകൾ, ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക് ജനറേറ്റർ, ട്രാൻസ്ഫോമർ, ഇതൊക്കെ തന്നെ ഈ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അതിന് പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കാം. That is, can magnetic field can create electric current in a conductor? That's the question. Michael Faraday discovered that this could be done whenever the magnetic flux linked with a conductor changes and EMF is induced in the conductor. This phenomenon is known as electromagnetic induction. Many devices like electric generator, transformer are based on this principle. അടുത്തായിട്ട് നമുക്ക് എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് നോക്കാം. Magnetic flux linked with any surface held in a magnetic field is the number of magnetic field lines crossing through the surface normally. നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫ്ലക്സ് Φe was the dot product of electric field intensity and area vector. That is Φe was E dot A. നമ്മൾ പഠിച്ചതാണ്. Magnetic flux Φb through any surface held in a magnetic field B is defined as the magnetic field lines crossing the surface normally. That is Φb is equal to B dot A, where B is the magnetic field intensity, or it can be written as Φb is equal to BA cos theta, where theta is the angle between the magnetic field and area vector. You know, area is considered as a vector and the direction is given by the normal which is drawn to the surface. ആ സർഫസിലേക്ക് വരയ്ക്കുന്ന നോർമലാണ് നമുക്കതിൻ്റെ ഡയറക്ഷൻ കാണിച്ചു തരുന്നത്. So, magnetic flux is a scalar quantity. Why? Because Φb is the dot product of B and A. B is a vector and area is a vector, but Φb is a scalar quantity and its SI unit is Weber. Weber is the SI unit. 1 Weber is 1 Tesla meter square, because Tesla is the SI unit of magnetic field and meter square is the SI unit of area. So 1 Weber is equal to 1 Tesla meter square. Maxwell is the CGS unit of magnetic flux. 1 Maxwell is equal to 10 raised to minus 8 Weber. ഓക്കെ, ഇനി നമുക്ക് പുതിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അതിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്താണെന്ന് കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് M(L)2 T(-2) A(-1) ആണ്. അത് നമുക്കിങ്ങനെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എങ്ങനെ അത് കിട്ടുക എന്നുള്ളത് നോക്കാം. Φb is equal to BA നമുക്കറിയാവുന്നതാണ്. ദെൻ F is equal to QVB sin theta, ലോറൻസ് ഫോഴ്സ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് നമുക്കറിയാവുന്ന ഇക്വേഷനാണ്.
ഇതിൽ നമുക്ക് ബിയുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയമെൻഷൻ എളുപ്പത്തിൽ കണ്ടെത്താം. ബി ഈക്വൽ ടു എഫ് ബൈ ക്യു വി ബി സൈൻ തീറ്റ എന്നുള്ള ട്രിഗണോമെട്രിക് റേഷ്യോ ആണ്, അതിന് ഡയമെൻഷൻ ഇല്ല. സോ എഫിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ mL(T)⁻², ക്യൂ എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു ടൈം ആണ്, ദാറ്റ് ഈസ് AT, വെലോസിറ്റി LT⁻⁻1. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും MT⁻², A⁻⁻1. So that is the dimensional formula for magnetic field. Then phi B is equal to BA, നമുക്കറിയാവുന്നതാണ്. ബിയുടെ ഡയമെൻഷൻ കൊടുത്തു, എയുടെ ഡയമെൻഷൻ L². അപ്പോൾ ഇത് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഡയമെൻഷൻ mL², T⁻², A⁻⁻1. So that is the dimensional formula for magnetic flux. ഇനി ഈ ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം phi B is equal to BA cos θ. ഏത് ഘട്ടത്തിലാണ് മാഗ്നറ്റിക് ഫ്ലക്സ് മാക്സിമം ആവുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് മാക്സിമം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സർഫസിലൂടെ മാക്സിമം കടന്നു പോകുന്നത് ആംഗിളിന്റെ ഏത് വാല്യൂ വരുമ്പോഴാണ്, ഏത് സമയത്ത് ആണ് ഫ്ലക്സ് തീരെ ഇല്ല, സീറോ എന്ന് നമ്മൾ പറയുന്നത്? നമുക്ക് രണ്ട് സിറ്റുവേഷൻസും ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ സിറ്റുവേഷൻ നോക്കൂ, ദീസ് ആർ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡ്രോൺ ഫ്രം മൈ ലെഫ്റ്റ് ടു റൈറ്റ്. ഏരോ കാണിച്ചിരിക്കുന്നതാണ്. ഇവിടെ ഞാനൊരു സർഫസ് വെച്ചിരിക്കുകയാണ് നോർമലായിട്ട്. നോർമലായി വെക്കുക എന്ന് പറഞ്ഞാൽ നോക്കൂ, എൻ്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാരലലായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യുക. ആ തരത്തിൽ ഇവിടെ ഇങ്ങനെ സർഫസ് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ സർഫസിലൂടെ മാക്സിമം കടന്നു പോകും. അപ്പോൾ ഞാൻ ഇതൊരു നോർമലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ദിസ് ഈസ് ദ ഏരിയ വെക്ടർ. നോർമൽ എന്ന് കാണിക്കുന്ന ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷനാണ്. ബിയുടെ ഡയറക്ഷൻ അങ്ങോട്ടാണ്, ഏരിയ വെക്ടറിൻ്റെ ഈ ചോക്ക് പീസാണ് ഏരിയ വെക്ടർ എടുത്തെങ്കിൽ ഈ ചോക്ക് പീസിൻ്റെ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടെ അങ്ങോട്ടാണ് പോകുന്നത്. രണ്ടിൻ്റെയും ഡയറക്ഷൻ സെയിം ആയതുകൊണ്ട് ദ തീറ്റ ഈസ് 0. ദാറ്റ് ഈസ് ഹിയർ this is the direction of A and this is the direction of B. So A is parallel to B. So theta is equal to 0. So by equation phi B is equal to BA cos 0. Cos 0 is the 1. So phi B is equal to BA. That is the maximum magnetic flux passing through the surface. Then another case, suppose if the plane of the surface is parallel to the magnetic field. Suppose I am placing this surface in this way. ഞാൻ ഈ സർഫസ് എങ്ങനെയാണ് വെച്ചിരിക്കുന്നെങ്കിൽ ഈ ചോക്ക് പീസ് ഇതിൻ്റെ നോർമലായിട്ട് വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ഈ നോർമലും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. നോക്കൂ, ഇതാണ് ഇവിടെ എയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഇതാണ് ബിയുടെ ഡയറക്ഷൻ. ദിസ് ഈസ് ബി, ദിസ് ഈസ് എ. സോ ദ ആംഗിൾ ഈസ് 90 ഡിഗ്രി. സോ phi B is equal to BA cos 90. Cos 90 is 0. BA cos 90. Cos 90 is 0. So the flux is 0. ദാറ്റ് ഇസ് എ മിനിമം വാല്യൂ. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീം കേസിൽ, അതായത് ഫ്ലക്സ് എപ്പോഴാണ് മാക്സിമം ആവുന്നത്, ഫ്ലക്സ് എപ്പോഴാണ് 0 അല്ലെങ്കിൽ മിനിമം ആവുന്നത് എന്നുള്ള കേസിൽ, ഒന്ന് എയും ബിയും തമ്മിലുള്ള ആംഗിൾ 0 ആണെങ്കിൽ, ദാറ്റ് ഈസ് ഇഫ് എ ഈസ് പാരലൽ ടു ബി or the area vector is parallel to B, then maximum flux you will get. If the area vector is perpendicular to magnetic field, you will get 0 flux. So that about the magnetic flux. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. മൈക്കൽ ഫാരഡെ ആൻഡ് ജോസഫ് ഹെൻറി ഈ രണ്ടുപേരും നടത്തിയ എക്സ്പെരിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫാരഡേസ് ലോ ആൻഡ് ലെൻസസ് ലോ, ഇങ്ങനെ രണ്ട് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടായത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ എക്സ്പെരിമെൻറ്റ്, ഇവർ ചെയ്ത എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് 1 by 1 ആയിട്ട് ആദ്യം മനസ്സിലാക്കാം. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ ഇവിടെ ഉപയോഗപ്പെട്ടത് ഒരു കണ്ടക്റ്റിംഗ് കോയിലും അതേപോലെ ഒരു ബാർ മാഗ്നറ്റുമായിരുന്നു. രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ എ കണ്ടക്റ്റിംഗ് കോയിൽ ആൻഡ് അനദർ കറണ്ട് ക്യാരിയിങ് കോയിൽ. മൂന്നാമത്തെ കേസിലും ഇതേപോലെ 2 കോയിൽസാണ് ഉപയോഗപ്പെടുത്തിയത്. എങ്ങനെയായിരുന്നു ഇവിടെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ ദർ ഇസ് എ ബാർ മാഗ്നറ്റ്, ദർ ഇസ് എ കണ്ടക്റ്റിംഗ് കോയിൽ, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ ഗാൽവനോമീറ്റർ. ഈ ബാർ മാഗ്നറ്റിനെ ഈ കോയിലിന് അടുത്തേക്ക് നീക്കിയ സമയത്ത് ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നതായിട്ട് കണ്ടു. തിരിച്ച് ഇതിനെ റിവേഴ്സ് ഡയറക്ഷനിൽ അങ്ങോട്ട് നീങ്ങിയ സമയത്തും ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത് കണ്ടു. പക്ഷേ ഡിഫ്ലക്ഷൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരുന്നു, ലെഫ്റ്റിലേക്കാണെങ്കിൽ റൈറ്റിലേക്കായിരുന്നു. ഇനി ഈ ബാർ മാഗ്നറ്റിനെ ഇതേപോലെ തന്നെ ഇതിനകത്ത് ഇങ്ങനെ സ്റ്റേഷനായിട്ട് ഇതിനകത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ, അവിടെ സ്റ്റേഷനറിയായിട്ട് നിർത്തുകയാണെങ്കിൽ ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ഒന്നും കാണിക്കുന്നതായിട്ട് കണ്ടില്ല. അതായത് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ എ മാഗ്നറ്റ് ആൻഡ് എ കണ്ടക്റ്റിംഗ് കോയിൽ ഇൻഡ്യൂസ് EMF ഇൻ ദി കണ്ടക്റ്റിംഗ് കോയിൽ. അതായത് ബാർ മാഗ്നറ്റ് ഇതിൻ്റെ അടുത്തേക്ക് നിൽക്കുകയോ അല്ലെങ്കിൽ ഈ കണ്ടക്റ്റിംഗ് കോയിൽ ബാർ മാഗ്നറ്റിൻ്റെ അടുത്തേക്കോ നീക്കുന്ന സമയത്ത് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നതായിട്ട് കണ്ടു. ഇതായിരുന്നു ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്. സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ ബാർ മാഗ്നറ്റ് പകരമായിട്ട് ഒരു കറണ്ട് ക്യാരിയിങ് കോയിലാണ് ഉപയോഗിച്ചത്. കറണ്ട് ക്യാരിയിങ് കോയിൽ പറഞ്ഞാൽ സോളിനോഡ് വിച്ച് ഈസ് കണക്റ്റഡ് ടു എ ബാറ്ററി. നമുക്കറിയാം ഒരു സോളിനോഡ് നൗ വിൽ ആക്ട് ആസ് എ ബാർ മാഗ്നറ്റ്. ഇതൊരു ബാർ മാഗ്നറ്റാണ് ആക്ട് ചെയ്യുന്നത്. ഇതേപോലുള്ള ഈ C2 എന്നുള്ള കോയിലിനെ ഈ C1 എന്നുള്ള കോയിലേക്ക് നീക്കിയ സമയത്ത് ഇവിടെയും ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നതായിട്ട് കണ്ടു. ഇവിടുത്തെ പോലെ തന്നെ റിവേഴ്സ് ഡയറക്ഷൻ നീക്കിയ സമയത്ത് ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുന്നത് കണ്ടു. അതായത് എക്സ്പെരിമെൻറ്റിൻ്റെ നേച്ചർ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ എ കറണ്ട് ക്യാരിയിങ് കോയിൽ ആൻഡ് എ കണ്ടക്റ്റിംഗ് കോയിൽ.
ദിസ് ഈസ് കറണ്ട് ക്യാരിയിങ് കോയിൽ, ദിസ് ഈസ് കണ്ടക്ടിങ് കോയിൽ, ഇൻഡ്യൂസ് ആൻഡ് ഇ എം എഫ് ഇൻ ദി കണ്ടക്ടിങ് കോയിൽ. എങ്ങനെ നമുക്ക് ഇ എം എഫ് ഉണ്ട് എന്ന് മനസ്സിലായത്? ഗാൽവാനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിച്ചു, അതുകൊണ്ട് അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്ത് മനസ്സിലായി. മൂന്നാമത്തെ എക്സ്പെരിമെന്റിൽ ഇവിടെ ഒരു മോഷൻ ഇവിടെ ഉണ്ടാക്കിയില്ല, റിലേറ്റീവ് മോഷൻ ഒന്നുമില്ല. അതായത് ഒരു കോയിൽ ഹിയർ, ദർ ഇസ് അനദർ കോയിൽ, ദിസ് ഈസ് അവർ കണ്ടക്ടിങ് കോയിൽ ആൻഡ് ദിസ് ഈസ് കറണ്ട് ക്യാരിയിങ് കോയിൽ. ഇവിടെ നമ്മൾ ഈ കറണ്ട് ക്യാരിയിങ് കോയിൽ ഒരു ബാറ്ററി കൊടുത്തിരുന്നു, ഒരു ടാപ്പ് കീ. ഈ ടാപ്പ് കീ പ്രസ് ചെയ്ത സമയത്ത് ഈ ഗാൽവാനോമീറ്റർ റിഫ്ലക്ഷൻ ഉണ്ടാവുന്നതായിട്ട് കണ്ടു. കീ റിലീസ് ചെയ്ത സമയത്ത് ഗാൽവാനോമീറ്റർ റിഫ്ലക്ഷൻ കണ്ടു, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കണ്ടത്. ഈ കീ ഇങ്ങനെ ലോങ് ആയിട്ട് പ്രസ് ചെയ്ത് നിർത്തിയ സമയത്ത് ഗാൽവാനോമീറ്റർ റിഫ്ലക്ഷൻ ഒന്നും കാണിച്ചതുമില്ല. അതായത് ചേഞ്ച് ഇൻ കറണ്ട് ഇൻ എ കറണ്ട് ക്യാരിയിങ് കോയിൽ ഇൻഡ്യൂസ് ആൻഡ് ഇ എം എഫ് ഇൻ ദി നിയർ ബൈ കോയിൽ വിത്തൗട്ട് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദി കോയിൽ. അപ്പോൾ ആദ്യത്തെ രണ്ട് എക്സ്പെരിമെന്റിലും റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ കോയിൽ ഓർ മാഗ്നറ്റ് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കേസിൽ അത്തരത്തിലുള്ള ഒരു റിലേറ്റീവ് മോഷൻ ഇല്ലെങ്കിൽ കൂടി ഈ കോയിലിൽ ഗാൽവാനോമീറ്റർ റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ മൂന്ന് കേസിൽ സംഭവിച്ചത് ഈ കണ്ടക്ടിങ് കോയിലുമായി ബന്ധപ്പെട്ട ഫ്ലക്സിന് ചേഞ്ച് വരികയാണ് സംഭവം. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ സർഫസ് ആണ് മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ ഈ ബാർ മാഗ്നറ്റ് ഇങ്ങോട്ട് നീക്കുന്ന സമയത്ത് ഈ കോയിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫ്ലക്സിന് ഡീവിയേഷൻ സംഭവിച്ചു, ഫ്ലക്സിന് വ്യതിയാനം സംഭവിച്ചു. അതായത് ഇങ്ങോട്ട് നീക്കുന്ന സമയത്ത് ഫ്ലക്സ് ചേഞ്ച് കൂടി, തിരിച്ച് അങ്ങോട്ട് സമയത്ത് ഫ്ലക്സിൽ ഉണ്ടാകുന്ന ചേഞ്ചിന്റെ അളവ് കുറഞ്ഞു. അപ്പോൾ ഫ്ലക്സിന് ഉണ്ടാകുന്ന ചേഞ്ചാണ് ഇവിടെ ഇ എം എഫ് ഉണ്ടാക്കിയത്. ഈ കേസിലും അങ്ങനെ തന്നെ ഉണ്ടായത്. ഇവിടെ നമുക്കറിയാം ബാർ മാഗ്നറ്റ് പറഞ്ഞാൽ അല്ലെങ്കിൽ കറണ്ട് ക്യാരിയിങ് കോയിൽ എന്ന് പറയുന്നത് ബാർ മാഗ്നറ്റ് ആണ്. ബാർ മാഗ്നറ്റുമായി ബന്ധപ്പെട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടെ നീക്കുന്ന സമയത്ത് ഈ കോയിലുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് ഗാൽവാനോമീറ്റർ റിഫ്ലക്ഷൻ ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ സംഭവിച്ചത് വേറെ തരത്തിലാണ്. പ്രസ് ചെയ്യുന്ന സമയത്ത് കറണ്ട് ഗ്രോ ചെയ്യുന്നു. കറണ്ട് ഗ്രോ ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഫ്ലക്സിന് ഈ നിയർ ബൈ കോയിൽ ഫ്ലക്സ് ചേഞ്ചിൽ വ്യത്യാസം വരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇ എം എഫ് ഉണ്ടാവുന്നു. അതേപോലെ തിരിച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് കറണ്ട് ഗ്രോ ചെയ്യുന്നതിന് പകരം കറണ്ട് ഡീകേ ചെയ്യുന്നു. അപ്പോഴും അവിടെ അത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. നമ്മളിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ മനസ്സിലാക്കും, ചാപ്റ്റർ തന്നെ മനസ്സിലാക്കും. അതിൻ്റെ ഫലമായിട്ട് ഗാൽവാനോമീറ്റർ റിഫ്ലക്ഷൻ ഉണ്ടാവുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ മൂന്ന് എക്സ്പെരിമെന്റിലും ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കണ്ടക്ടിങ് കോയിൽ there will be an EMF induced in that coil. So that is the reason for producing EMF in that coil. This is known as electromagnetic induction. ഇനി അടുത്തായിട്ട് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലെ ഫസ്റ്റ് ലോ ഫാരഡേസ് ലോ എന്താണെന്ന് നോക്കാം. ഫാരഡേസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ. വെൻ എവർ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ സർക്യൂട്ട് ചേഞ്ചസ് ആൻഡ് EMF is induced in the circuit. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് ഈസ് വെൻ എവർ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ സർക്യൂട്ട് ചേഞ്ചസ് ആൻഡ് EMF is induced. ഞാൻ EMF എത്ര നേരം നിൽക്കും? ഇറ്റ്സ് ലാസ്റ്റ് ആസ് ലോങ് ആസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചസ്. ആ മാഗ്നറ്റിക് ഫ്ലക്സിനുള്ള ചേഞ്ച് നിലനിൽക്കുന്നിടത്തോളം സമയം ആ EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഇറ്റ്. ആ ഉണ്ടാവുന്ന EMFന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിന് പ്രൊപ്പോർഷണലാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതായത് ഈസ് പ്രൊപ്പോർഷണൽ ഡി ഫൈവ് ബി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ അർത്ഥം, നമ്മൾ ആദ്യം ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ മാഗ്നറ്റ് വളരെ ക്യുക്കായിട്ടാണ് ആ കോയിലിനകത്തേക്ക് നിൽക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് ചേഞ്ച് ചുരുങ്ങിയ സമയം കൊണ്ടാണ് സംഭവിക്കുന്നത്. വളരെ ക്യുക്കായിട്ട് നിൽക്കുമ്പോൾ സമയം വളരെ കുറവാണ്. അപ്പോൾ ആ ഗാൽവാനോമീറ്റർ കാണിക്കുന്ന ഡിഫ്ലക്ഷൻ വളരെ കൂടുതലായിരിക്കും. അതേസമയം വളരെ പതുക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ എടുക്കുന്ന സമയം കൂടുതലായിരിക്കും. അപ്പോൾ ഫ്ലക്സ് ചേഞ്ചിന്റെ തോത്, ആ കുറഞ്ഞ ഫ്ലക്സ് ചേഞ്ച് ഡിവൈഡഡ് ബൈ ആ സമയം എന്ന് പറയുന്നത്, അതായത് EMF എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, അതാണ് ഈസ് പ്രൊപ്പോർഷണൽ ടു d∅b/dt. ഇനി ആസ് ലോങ് ആസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് EMF വിൽ ബി ഇൻഡ്യൂസ്ഡ് പറഞ്ഞാൽ അർത്ഥം പറഞ്ഞു, നമ്മൾ ആ കോയിലിനകത്ത് മാഗ്നറ്റ് വെറുതെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, അതായത് നീക്കുന്നില്ലെങ്കിൽ അവിടെ ഫ്ലക്സ് ചേഞ്ച് വരുന്നില്ല, അപ്പോൾ അവിടെ EMF ഉണ്ടാവുന്നില്ല. അതായത് ആ മൂവ് ചെയ്യപ്പെടുന്ന സമയത്താണ് ആ ഫ്ലക്സിന് വ്യത്യാസം വരുന്നത്. ഒന്നുകിൽ ഫ്ലക്സ് കൂടാം അല്ലെങ്കിൽ ഫ്ലക്സ് കുറയാം. ആ ഫ്ലക്സ് ചേഞ്ച് സമയത്താണ് കോയിലിൽ EMF ഉണ്ടാവുന്നത്. ഇനി ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഒരു സിംഗിൾ ടേൺ ആണെങ്കിൽ നമ്മൾ ഈ തരത്തിൽ പറയാം. ഇനി ഒരു സോളിനോഡ് ആണെങ്കിൽ നമുക്കറിയാം സോ മെനി ടേൺസ് ആർ ദർ ഫോർ n ടേൺസ് ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു n ഇൻറ്റു d∅b/dt. അപ്പോൾ ഫാരഡേസ് ലോ ഇത്രേ പറയുന്നുള്ളൂ. വെനെവർ ദർ ഇസ് എ മാഗ്നറ്റിക് ഫ്ലക്സ് linked with a circuit and EMF is induced in the circuit and the EMF, the magnitude of the induced EMF is directly proportional to the rate of change of magnetic flux, that is d∅b/dt is proportional to d∅b/dt. ഫാരഡേസ് ലോയിൽ നിന്ന് നമുക്ക് മനസ്സിലായി magnitude of the induced EMF is directly proportional to rate of change of magnetic flux.
ലെൻസസ് ലോ പറയുന്നത് അതിൻ്റെ ഇ എം എഫിൻ്റെ പൊളാരിറ്റിയെ കുറിച്ചാണ്. അതായത് ഇ എം എഫിൻ്റെ സൈനുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് ലെൻസസ് ലോയിൽ നിന്ന് കിട്ടുന്നത്. ദ പൊളാരിറ്റി ഓഫ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദി കോസ് വിച്ച് പ്രൊഡ്യൂസ് ഇറ്റ്. പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതായത് ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന് കാരണമായ എന്താണോ കാരണം ആ കാരണത്തെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിലാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ മാഗ്നറ്റ് ഈ കോയിലിനകത്തേക്ക് നീക്കുന്ന സമയത്ത് ഈ കണ്ടക്ടിങ് കോയിലിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവുന്നു. ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിൽ ഈ മാഗ്നറ്റിൻ്റെ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിലാണ്. രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നോക്കൂ, ഇവിടെ ഒരു ബാർ മാഗ്നറ്റ് ഈ ലൂപ്പിനകത്തേക്ക് നീക്കുന്ന സമയത്ത് ഇവിടെ ലൂപ്പുമായി ബന്ധപ്പെട്ട ഫ്ലക്സിന് വ്യത്യാസം വരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവുന്നു. ആ ഇ എം എഫിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിൻ്റെ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിലാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം, നോക്കൂ, ഈ തരത്തിലാണ് ഒരു ബാർ മാഗ്നറ്റ്, ഇതാണ് ഇതിൻ്റെ ഫേസ് എങ്കിൽ ഇതിൽ ഈ രണ്ട് ഫേസ് ഉണ്ട്, ഈ ഒരു ഫേസ് ഉണ്ട്, ഈ ഒരു ഫേസ് ഉണ്ട്. ഇത് നോർത്ത് പോൾ ആണ് ബാർ മാഗ്നറ്റ് എങ്കിൽ ദിസ് ഫേസ് ഓഫ് ദി ലൂപ്പ് വിൽ ആക്ട് ആസ് എ നോർത്ത് പോൾ. അതിൻ്റെ ഫലമായിട്ട് ഈ നോർത്ത് പോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നോർത്ത് പോൾ പിന്നെ എന്ത് ചെയ്യും? ഈ ബാർ മാഗ്നറ്റിൻ്റെ മോഷന് ഒപ്പോസ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ തിരിച്ച് ഈ നോർത്ത് പോളിനെ നമ്മൾ ഇങ്ങോട്ട് നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഫ്ലക്സ് ചേഞ്ച് ഇവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ഫ്ലക്സിന് ഇവിടെയാണെങ്കിൽ ഈ ബാർ മാഗ്നറ്റിനെ ഇങ്ങോട്ട് നീക്കുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂടുതൽ കട്ട് ചെയ്യപ്പെടുകയും അങ്ങനെ ഫ്ലക്സ് കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ ഫ്ലക്സ് ചേഞ്ചിൻ്റെ തോത് എന്ന് പറഞ്ഞാൽ കുറയുകയാണ്. പക്ഷേ ഫ്ലക്സ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഇ എം എഫ് ഉണ്ടാവുന്നു. ആ ഇ എം എഫിൻ്റെ ഫലമായിട്ട് ഇവിടെ ഇവിടെ ഈ തരത്തിലുള്ള മോഷനാണ്. അതായത് നോർത്ത് പോൾ ഇങ്ങോട്ട് നീക്കുകയാണ് ചെയ്യുന്നത്. ആ മോഷനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഇവിടെ സൗത്ത് പോളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടിയും പറയാം. ഇവിടെ ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ ഈ ലൂപ്പിലേക്ക് നീക്കുന്ന സമയത്ത് ലൂപ്പിൽ ഒരു ഇ എം എഫ് ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എങ്ങനെയാണെങ്കിൽ ഈ ദ ഫേസ് ഓഫ് ദി ലൂപ്പ് ആക്ട് ടുവേഴ്സ് ദി നോർത്ത് പോൾ വിൽ ആക്ട് ആസ് എ നോർത്ത് പോൾ. അതായത് ഈ ലൂപ്പിൻ്റെ ഈ ഫേസ് എന്ന് പറയുന്നത് നോർത്ത് പോളായിട്ട് ആക്ട് ചെയ്യും. നോക്കൂ, ദിസ് വിൽ ആക്ട് ആസ് എ നോർത്ത് പോൾ. ഓക്കെ, സോ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻഡ് ഹിയർ തിരിച്ച് ഈ തരത്തിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നോർത്ത് പോളിനെ ആ മോഷൻ ഇങ്ങോട്ടാണ് നീക്കണമെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ മോഷനെ തടസ്സപ്പെടുത്തണമെങ്കിൽ ഈ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഇത് സൗത്ത് പോളായിട്ട് ആക്ട് ചെയ്യുന്നു. ഇവിടെ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്. സോ ദിസ് ഫേസ് വിൽ ആക്ട് ആസ് എ സൗത്ത് പോൾ. സോ ദാറ്റ് ഈസ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ലെൻസസ് ലോ. ദ പൊളാരിറ്റി ഓഫ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദി കോസ് വിച്ച് പ്രൊഡ്യൂസ് ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബി ബൈ ഡി ടി. അടുത്തതായിട്ട് ടോപ്പിക്കാണ് ലെൻസസ് ലോ ആൻഡ് കൺസർവേഷൻ ഓഫ് എനർജി. നമ്മൾ പറഞ്ഞു ലെൻസസ് ലോ പ്രകാരം ദ പൊളാരിറ്റി ഓഫ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദി കോസ്. ദി ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നമ്മൾ മുന്നേ പഠിച്ചാണ് ലോ ഓഫ് കൺസർവേഷൻ എനർജി പറഞ്ഞാൽ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഓൺലി വി ക്യാൻ കൺവേർട്ട് എനർജി ഫ്രം വൺ ഫോം ടു അനദർ ഫോം. അത് ഇവിടെ എങ്ങനെയാണ് അപ്ലിക്കബിൾ ആവണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത എക്സ്പെരിമെൻറ്റ് വീണ്ടും നോക്കാം. ഇറ്റ് ഈസ് എ ബാർ മാഗ്നറ്റ് ആൻഡ് ഇറ്റ് ഈസ് എ ലൂപ്പ്. ഞാൻ ഈ ബാർ മാഗ്നറ്റിനെ ഈ ഡയറക്ഷനിൽ നീക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറയുണ്ടായി ഈ ബാർ മാഗ്നറ്റിലേക്ക് ഫേസ് ചെയ്ത ഈ ലൂപ്പ് നോർത്ത് പോൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, സൗത്ത് പോൾ ആയിട്ടല്ല. ഇനി നമുക്ക് സൗത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത് നോക്കുക വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഇഫ് ഇറ്റ് വാസ് എ സൗത്ത് പോൾ, വാട്ട് വിൽ ഹാപ്പൻ? ഇത് സൗത്ത് പോൾ ആയിരുന്നെങ്കിൽ ഈ നോർത്ത് പോൾ ഇത് ഈസിലി ഇതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും ഇവിടെ കറണ്ട് ഉണ്ടാവും. നമുക്കറിയാം ഈ കറണ്ടിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന പവറിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ഇൻറ്റു ആർ. എനർജിയും പവറും നമ്മുടെ റിലേഷൻ എനർജി ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. അപ്പോൾ കറണ്ട് ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ട് പവറും അതിൻ്റെ ഫലമായിട്ട് എനർജിയും ഉണ്ടാവുന്നു. പക്ഷേ എങ്ങനെ എനർജി ഉണ്ടായത്? നമ്മളിവിടെ വെച്ച് കൊടുത്ത സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടുകയും അങ്ങനെ എനർജി ഉണ്ടാവുകയും ചെയ്യും. നമ്മളൊരു വർക്കും ചെയ്യാതെ തന്നെ എനർജി ഉണ്ടാവുന്നു. പക്ഷേ അങ്ങനെ ഒരിക്കലും നടക്കുന്നില്ല. അതായത് ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി വെറുതെ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് കേസ് എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ആയിരുന്നില്ല. ഇത് സൗത്ത് പോൾ ആയിട്ടല്ല ആക്ട് ചെയ്ത്, നോർത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്ത്. അതായത് ദ എൻഡ് ഓഫ് ദി കോയിൽ ഫേസിങ് ടുവേഴ്സ് ദി മാഗ്നറ്റ് ഈസ്, ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ്, ഈസ് നോർത്ത് പോൾ. ഇത് നോർത്ത് പോൾ ആയിട്ടാണ് ആക്ട് ചെയ്തത്. അതിന്റെ ഫലമായിട്ട് ദി ബാർ മാഗ്നറ്റ് എക്സ്പീരിയൻസ് എ റിപ്പൾസീവ് ഫോഴ്സ്. അതായത് ഈ ബാർ മാഗ്നറ്റിന് ഒരു റിപ്പൾസീവ് ഫോഴ്സ് അനുഭവപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ പിന്നെ
ഈ ബാർ മാഗ്നറ്റിനെ അങ്ങോട്ട് നീക്കണമെങ്കിൽ ദ പേഴ്സൺ ഹാസ് ടു ഡു വർക്ക് ഇൻ മൂവിങ് ദ മാഗ്നറ്റ്. അപ്പോൾ നമ്മൾ ഒരു വർക്ക് അതിനെതിരായിട്ട് ചെയ്യണം. ദി എനർജി സ്പെൻഡ് ബൈ ദി പേഴ്സൺ, അതായത് വർക്ക് ആൾ ചെയ്തു പറഞ്ഞാൽ അർത്ഥം എന്താ, ആ പേഴ്സൺ എനർജി സ്പെൻഡ് ചെയ്തു. ദിസ് എനർജി ഈസ് ഡിസിപ്പേറ്റഡ് ആസ് എ ജൂൾസ് ഹീറ്റിംഗ്. അതായത് ലെൻസസ് ലോ എന്ന് പറയുന്നത് നമ്മുടെ ലോ കൺസർവേഷൻ എനർജിയുമായിട്ട് കോയിൻസൈഡ് നിൽക്കുന്നു. അതായത് എനർജി നമ്മൾ ഒരിക്കലും വെറുതെ ഉണ്ടാവുന്നില്ല, നമ്മൾ ചെയ്യുന്ന വർക്കാണ്. ഇവിടെ മാഗ്നറ്റിനെ ഈ കോയിലിനടുത്തേക്ക് നീക്കുക എന്നുള്ള ആ മെക്കാനിക്കൽ വർക്കാണ് ഇവിടെ എന്തായിട്ട് മാറിയത്, ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ആയിട്ട് മാറിയത്. ഇതാണ് ലെൻസസ് ലോ കൺസർവേഷൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിൻ്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഇതേ എക്സ്പ്ലനേഷൻ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഇനി മനസ്സിലാക്കും. അടുത്തായിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ കോപ്പർ റിംഗ് is held horizontally and a bar magnet of mass m is dropped through a ring with its length along axis of ring. Compare acceleration of magnet with g. ഒരു കോപ്പർ റിംഗ് ആണ്. കോപ്പർ റിംഗ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് തരത്തിലാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഒരു ബാർ മാഗ്നറ്റ് ഡ്രോപ്പ് ചെയ്യുകയാണ്. നമുക്കറിയാം ഒരു ബാർ മാഗ്നറ്റ് ഈ ഫ്രീ ആയിട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആക്സലേഷൻ എന്ന് പറയുന്നത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. പക്ഷേ ഈ ഒരു ബാർ മാഗ്നറ്റിനെ ഈ തരത്തിൽ ഈ റിങ്ങിൻ്റെ ഉള്ളിലൂടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആക്സലേഷൻ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഒരു ബാർ മാഗ്നറ്റ് ഇതൊരു ലൂപ്പാണ്. ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെ ഈ ലൂപ്പുമായി ബന്ധപ്പെട്ട ഫ്ലക്സിന് വ്യത്യാസം വരികയും അതിൻ്റെ ഫലമായിട്ടൊരു EMF ഉണ്ടാവുകയും ചെയ്യും. ബൈ ലെൻസസ് ലോ ദി ഇൻഡ്യൂസ്ഡ് EMF വിൽ ഒപ്പോസ് ദി കോസ്, അതായത് ഈ മോഷനെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഫലമായിട്ട് ഇവിടെ ഒരു ഫോഴ്സ് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ടാവും. ഇവിടെ ബാർ മാഗ്നറ്റിൻ്റെ മാസിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന വെയിറ്റ് mg എന്നുള്ളത് താഴത്തേക്കാണ്. അതിനെതിരായിട്ട് ഒരു ഫോഴ്സ്, ഒരു ഇൻഡ്യൂസ്ഡ് EMF ഒരു ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആക്സലേഷൻ ഓഫ് ദ ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ആക്സലേഷൻ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം A is equal to F/m ആണ്. ആക്സലേഷൻ is equal to നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് mg എന്നുള്ള ഫോഴ്സ് താഴത്തേക്ക് ഉണ്ട്, അതായത് വെയിറ്റ് F അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അവിടെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് mg - F ആയിരിക്കും. ഡിവൈഡഡ് ബൈ m എന്ന് പറഞ്ഞാൽ ബാർ മാഗ്നറ്റിൻ്റെ മാസ്, ദാറ്റ് ഈസ് mg - F/m. ദാറ്റ് ഈസ് m ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ g - F/m. അപ്പോൾ ജിയിൽ നിന്ന് F/m എന്നുള്ള ഫാക്ടർ കുറയ്ക്കുന്നതായിരിക്കും പുതിയ ആക്സലറേഷൻ. ദാറ്റ് ഈസ് ന്യൂ ആക്സലറേഷൻ ഓഫ് ദ ബാർ മാഗ്നറ്റ് വിൽ ബി ലെസ് ദാൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ്റെ വാല്യൂ ബാർ മാഗ്നറ്റിൻ്റെ കേസിൽ കുറയുകയായിരിക്കും ഉണ്ടാവുക. ജിയുടെ വാല്യൂ 9.8 ആണ്. അത്രയും ആക്സലറേഷൻ കാണില്ല. എപ്പോൾ ഈ ബാർ മാഗ്നറ്റ് ഈ റിങ്ങിൻ്റെ ഉള്ളിലൂടെയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ആക്സലറേഷൻ്റെ വാല്യൂ കുറയും. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ കോയിൽ ഓഫ് 200 ടേൺസ്. 200 ടേൺസ് ആണ് കോയിലുള്ളത്. ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ 0.2 meter square. When a magnetic field perpendicular to the plane of the coil changes from 0.1 Weber meter square to 0.5 Weber meter square at a uniform rate over a period of 0.05 second. Magnetic field വാല്യൂ മാറുന്നത് 0.1 മുതൽ 0.5 വരെ എത്ര സമയം കൊണ്ട്? 0.05 സെക്കൻഡ്. The resistance of the coil, കോയിലിൻ്റെ റെസിസ്റ്റൻസ് 160 ohm ആണെങ്കിൽ find the current through the കോയിൽ. അപ്പോൾ നമുക്കിവിടെ എത്രയാണ് EMF എന്ന് കണ്ടുപിടിക്കണം. EMF കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് എളുപ്പത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുന്നത് ക്ലിയർ ആണ്. അതായത് ആദ്യം ഉണ്ടായിരുന്ന മാഗ്നറ്റിക് ഫീൽഡ് 0.1 ആണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് 0.5 ആയി. മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യൽ ഫ്ലക്സ് ∅1 is equal to B1 into A. കോയിലിൻ്റെ ഏരിയ മാറുന്നില്ല. അപ്പോൾ B1 into A എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് 0.1 into ഏരിയ എന്ന് പറയുന്നത് 0.2 meter square ആണ്. സോ 0.02 വെബർ. ഇവിടെ തീറ്റ 0 എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നു പ്ലെയിൻ ഓഫ് ദ കോയിൽ ഈസ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഇങ്ങനെയാണ് കോയിൽ എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ തരത്തിലാണുള്ളത്. അപ്പോൾ കോയിലിൻ്റെ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഏരിയ വെക്ടറും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ B into A എന്ന് എടുത്താൽ മതി. ദാറ്റ് ഈസ് BA into cos 0 എന്നുള്ളത് 1 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ∅ is equal to BA. അതേപോലെ ഫൈനൽ ഫ്ലക്സ് നമുക്ക് കിട്ടി. ∅2 is equal to B2 into A. ദാറ്റ് ഈസ് 0.5 into 0.2 ദാറ്റ് ഈസ് equal to 0.1 വെബർ. അപ്പോൾ ഇനീഷ്യൽ ഫ്ലക്സും കിട്ടി, ഫൈനൽ ഫ്ലക്സും കിട്ടി. നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF is equal to
എൻ ഇൻറ്റു ഡി ഫൈവ് ബി ബൈ ഡി ടി ആണ്. അതായത് ഇവിടെ എൻ ടേൺസ് ഉണ്ട്. അപ്പോൾ എൻ എടുത്തു. നമ്മൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈൻ എടുക്കേണ്ടതില്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഡി ഫൈവ് മീൻസ് ചേഞ്ച് ഇൻ ഫ്ലക്സ് φ2 മൈനസ് φ1 ബൈ ഡി ടി, ദാറ്റ് ഈസ് 200 ഇൻറ്റു φ2 എന്ന് പറഞ്ഞാൽ 0.1 മൈനസ് 0.02 ബൈ 0.05. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ കിട്ടും 320 വോൾട്ട്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. ദെൻ ഇൻഡ്യൂസ് കറണ്ട് I is equal to E by R, that is 320 by 160, that is 2 ampere. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ദെൻ ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി, ഫാരഡേസ് ലോയും ലെൻസസ് ലോയും, ദെൻ ലെൻസസ് ലോ ആൻഡ് കൺസർവേഷൻ എനർജി തമ്മിലുള്ള റിലേഷൻ ക്വാളിറ്റീവായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മോഷണൽ ഇ എം എഫ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കും. അതേപോലെ ലെൻസസ് ലോ ആൻഡ് കൺസർവേഷൻ എനർജി എന്നുള്ളതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ നോട്ട് എഴുതി മനസ്സിലാക്കി തന്നെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.